പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2120 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ M2120 ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ M2120 പ്രിൻ്റർ ഡ്രൈവർ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ epson.co.in എന്ന ഒഫീഷ്യൽ എപ്സൺ ഇന്ത്യയുടെ വെബ്സൈറ്റ് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പണായി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സമയത്ത് USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാന ഭാഗത്ത് ചോദിക്കും, ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസ് ഏത് വെർഷനാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഇതേപോലെ വിൻഡോസ് 10 64 ബിറ്റ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ചില സിസ്റ്റത്തിൽ അങ്ങനെ കാണിക്കില്ല, വേറെ ഏതെങ്കിലും വെർഷൻസ് ആയിരിക്കും കാണിക്കുക. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാക്കിൻ്റെയും വിൻഡോസിൻ്റെ വെർഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ല, നമ്മുടെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യണം. ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നതാണ് നിങ്ങളുടെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ജസ്റ്റ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് താഴോട്ട് കൊണ്ടുവരിക ഈ പേജിനെ. ആ ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 2-3 ഓപ്ഷൻസ് ചോദിക്കുന്നതാണ്. പ്രിൻ്റർ ഡ്രൈവറുണ്ട്, സ്കാനർ ഡ്രൈവറുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രിൻ്റർ ഡ്രൈവറിനെ കുറിച്ചാണ്. അതേപോലെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രിൻ്റർ ഡ്രൈവറിൻ്റെ നേരെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ ഈ കാണുന്ന അക്സെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഇവിടെ താഴെ ഡൗൺലോഡിങ് ആവുന്നത് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അത് ആദ്യം ചെയ്യുക, അൺസിപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കും. അവിടെ നമ്മൾ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണക്ഷൻ മെത്തേഡ് ഏതാണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. കണ്ടില്ല, വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നെറ്റ്വർക്കിലോട്ട് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ USB കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ USB സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്താണ് നമ്മൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ചെറിയ കമാൻഡ് മാറുന്നത് കാണാൻ സാധിക്കും. അവിടെ കണ്ടില്ലേ, ദ ടാർഗറ്റ് പ്രിൻ്റർ ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ആൻഡ് പോർട്ട് കോൺഫിഗറേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും ഉണ്ടാവുക.
ഇത് നമ്മൾ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനലിൽ പോകുന്നു. കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കുറേ പേരുകൾ കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സിസ്റ്റത്തിലൊന്നും ഇത്രയും ലിസ്റ്റ് കാണിക്കില്ല, 1-2 ലിസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ ലിസ്റ്റിൽ കാണിക്കും. ഇല്ല ഇവിടെ താഴെ അൺസ്പെസിഫൈഡ് എന്നാണ് അതേപോലെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഷട്ട് ഡൗൺ അല്ല, റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന പ്രിൻറ്റേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ നമ്മുടെ പ്രിൻ്റർ വരുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടെ ഡിറ്റക്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളെ പ്രിൻ്ററിൻ്റെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ ഉണ്ടാകും പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്ന കമാൻഡ് കാണാൻ കഴിയും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പാസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു പ്രിൻറ്റ് ടെസ്റ്റ് പേജ് വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ. അപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.